ഇതെന്തായാലും ഡെലിവറി കഴിഞ്ഞാൽ അതിന് ചേഞ്ചസ് ഉണ്ടാവും. ബിഫോർ ആൻഡ് ആഫ്റ്റർ ഡിഫറെന്റ് തന്നെ ആയിരിക്കും. പക്ഷെ ആ സ്ട്രെച്ച് മാർക്കും കാര്യമൊക്കെ അത് ബ്യൂട്ടിയാണ് ശരിക്കും. ആ കുഞ്ഞിനെ കാണുമ്പോൾ നമുക്ക് അതിനെ ആസ്വദിക്കാൻ പറ്റണം. ആ സ്ട്രെച്ച് മാർക്കിനെയും കാര്യമൊക്കെ ഒരു ലൈഫല്ലേ നമ്മള് ഭൂമിയിലേക്ക് കൊണ്ടുവന്നേ. അപ്പൊ അതൊരു ഹാപ്പിനെസ് ആണ്. എനിക്ക് ഏറ്റവും ചാലഞ്ചിങ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു പീരീഡ് എന്ന് പറയുന്നത് ആഫ്റ്റർ ഡെലിവറി ടൈം ആയിരുന്നു. എന്റെ മോന് ഉണ്ടായ ആ ഒരു ടൈം ആയിരുന്നു. ഇതിൽ ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള കാര്യം എന്താന്ന് വെച്ചാൽ അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഞാൻ എന്റെ ബോഡി കാരണം ഫിറ്റ്നസ് ട്രെയിനർ ആണല്ലോ. ഒബ്വിയസ്ലി എനിക്ക് എന്റെ ബോഡി അത്രയും ഞാൻ ടേക്ക് കെയർ ചെയ്ത് കൊണ്ടെടുക്കുന്ന ഒരു കാര്യമാണല്ലോ. അത് അങ്ങോട്ട് ആകെ നാശമായി പോയി. ആളുകൾ എന്നോട് പറയാൻ തുടങ്ങി, ഇനി ഒരിക്കലും നീ ബാക്ക് ആവാൻ പോണില്ല, അത്ര പ്രൊഫഷനൊക്കെ അത്ര ഉള്ളൂ, ഈ പ്രൊഫഷനൊക്കെ അത്രേ ഉള്ളൂ എന്ന്. പക്ഷെ അതെനിക്ക് ഭയങ്കര വാശിയായിരുന്നു. എന്റെ ടെൻഡന് 2 വീക്കായി. ഞാൻ ഹാൻഡ് സ്റ്റാൻഡ് ചെയ്യുമായിരുന്നു, ഹാൻഡിൽ വാക്ക് ചെയ്യുമായിരുന്നു, കാലിസ്റ്റനറ്റിക്സ് ഒക്കെ കുറച്ച് ചെയ്യുമായിരുന്നു, യോഗ പഠിച്ചിട്ടുണ്ട്. അപ്പൊ യോഗ റിലേറ്റഡ് ആയിട്ട് നല്ല ഫ്ലെക്സിബിളും ആണ്, സ്ട്രെങ്ത്തും ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ ഈ 2 കൈയിന്റെ ടെൻഡന് വീക്കായി. അപ്പൊ ഞാൻ വിചാരിച്ചിരുന്നു എനിക്ക് എന്തിനും പറ്റൂല എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ ആളുകൾ ഇങ്ങനെ പറയാൻ തുടങ്ങിയപ്പോ ആക്ച്വലി അത് എനിക്കൊരു മോട്ടിവേഷൻ ആയി. എന്നാൽ എനിക്ക് അത് കാണിച്ചു കൊടുക്കണമല്ലോ. ഞാൻ അപ്പൊ ചിന്തിച്ചത് എന്താ അറിയോ, ഞാൻ എന്റെ ഇത്രയും പെയിൻ സഹിച്ച് എന്റെ മോന് ഡെലിവറി ചെയ്തില്ലേ, അപ്പൊ എനിക്കെന്താ ഒരു ഹ്യൂമൻ ബീങ് അല്ല എന്റെ ബോഡിയിൽ നിന്ന് വന്നത്, വേറെ എന്തും എനിക്കൊരു പ്രശ്നമല്ലല്ലോ. ഐ ഡിഡ്ന്റ് ലെറ്റ് മീ ലൂസ് ഇൻ ദാറ്റ്. ഞാൻ എന്താക്കി, എന്റെ വർക്ക്ഔട്ട് സ്റ്റാർട്ട് ചെയ്തു, മോനെ നോക്കാൻ തുടങ്ങി. എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്യണം എന്നുള്ളൊരു വാശി എനിക്ക് വന്നു. അങ്ങനെ ഞാൻ ഒരു 1 ഇയർ എടുത്ത് ബാക്ക് ട്രാൻസ്ഫോർമേഷൻ ചെയ്തു. നന്നായിട്ട് കുറച്ച് ബാക്ക് ടു ആയിരുന്നു, 50 kgs തന്നെ ആയി. പിന്നെ ഞാൻ ഇപ്പം വീണ്ടും ഞാൻ ആ ഫാറ്റ് കൂട്ടാൻ തുടങ്ങി, ഒന്ന് ഗെയിൻ ചെയ്തിട്ട് ഒന്നും കൂടെ കുറക്കാന്നുള്ള. കാരണം കുറച്ച് സ്കിന്നൊക്കെ സാഗ് ആയിട്ടുണ്ട്.